ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. ആദ്യം 3/3/2025 തിങ്കളാഴ്ച 22,143 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 21,974 എന്ന ലെവലിലാണ്. അതായത് ഏകദേശം 170 പോയിന്റിന്റെ ചാർട്ടുമായി പരിശോധിച്ച് നോക്കുമ്പോൾ 170ഓളം പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഉണ്ടായത്. ഇന്നത്തെ ഹൈ ലോ എന്നിവ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു 140 പോയിന്റിന്റെ മൂവ്മെന്റുമാണ് മാത്രമാണ് ഇന്ന് ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് ട്രേഡ് ചെയ്യാൻ ലഭിച്ച മൂവ്മെന്റ്. ഇത്രയും പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയെങ്കിൽ പോലും വളരെ ചെറിയ പോയിന്റ് മാത്രമാണ് പിന്നീട് താഴോട്ട് പോയത്. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ലോവർ സൈഡിൽ നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന മൈനർ സപ്പോർട്ട് ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവ് പിന്നീട് വീണ്ടും സെല്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ തന്നാൽ ഈ ടാർഗറ്റുകൾ ലഭിക്കാം. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവ് പിന്നീട് വീണ്ടും ട്രേഡ് ചെയ്യാം ഡൗൺ സൈഡിലേക്ക് എന്നതായിരുന്നു നമ്മളുടെ പ്ലാൻ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നു. ആദ്യത്തെ 5 മിനിറ്റ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് തന്നത്. അപ്പർ സൈഡിൽ സെല്ലർ തന്നെയാണ്. എന്നാൽ തുടർന്ന് പ്രൈസ് അപ്പർ സൈഡിലോട്ട് മൂവ് ചെയ്ത് നമ്മൾ ഏറ്റവും താഴെയായി രേഖപ്പെടുത്തിയിരുന്ന ഇന്നലത്തെ ഡേയ്സ് ലോ ആ ലെവൽ ഹോൾഡ് ആകുന്നതാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിരുന്നെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചോ അതല്ല കയറി ചെല്ലുമ്പോൾ തീർച്ചയായും തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലിനെ ഏതെങ്കിലും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ റിജക്ഷൻ കാണിക്കുമ്പോൾ അപ്പോൾ തന്നെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താൽ തീർച്ചയായും ചെറിയ ചെറിയ ടാർഗറ്റുകളാണ് എങ്കിലും ഇത് അല്പം ലെങ്ത് ഉള്ള റേഞ്ച് ഉള്ള മൂവ്മെന്റുകളാണ് ഓരോ 5 മിനിറ്റ് ക്യാൻഡിലുകളും നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ആ തരത്തിൽ ഇത് ഓൾവേസ് അപ്പ് ആൻഡ് ഡൗൺ ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലെവലിൽ മാത്രമാണ് അല്പം ഡിക്ലൈൻ കിട്ടിയത്. അതും ഇവിടെ നിന്നും ഈ ലെവൽ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ സെല്ലിംഗ് ഡയറക്ഷൻ തരുന്നത് വ്യക്തമായി കാണാമായിരുന്നു. ഈ ലെവലെല്ലാം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത പലരും സ്ക്രീൻഷോട്ട് തന്നിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പലവട്ടം പ്രോഫിറ്റ് എടുത്തവരും തന്നിരുന്നു. എന്നാൽ അവസാനമാകുമ്പോഴേക്കും മാർക്കറ്റ് ഇവിടെ വ്യക്തമായ സപ്പോർട്ട് എടുത്ത് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കൂടിയാണ് നൽകിയത്. അതും ട്രേഡബിൾ ആയിരുന്നു, ട്രേഡ് ചെയ്തവരുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഹെവി കൺസോൾട്ടേഷൻ ആയിരുന്നു. ഒരു ഗ്യാപ് ഡൗൺ തന്നിരുന്നെങ്കിൽ പോലും ഹെവി കൺസോൾട്ടേഷൻ ആയിരുന്നു എന്നേ പറയാൻ കഴിയുള്ളൂ. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് മാറ്റി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക്, സ്കാൽപ്പിംഗ് ട്രേഡ് സാധ്യമായവർക്ക്, അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായും ഇവിടെയെല്ലാം ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് നൽകിയ ഈ മൂവ്മെന്റ്, ഈ പ്രൈസ് റേഞ്ചുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 22,074 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ ഒരു മൈനർ സപ്പോർട്ടായി 22,031 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 22,250 എന്ന ലെവലാണ് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുകളിൽ 22,295 അതുപോലെ തന്നെ 22,200 എന്ന മൈനർ റെസിസ്റ്റൻസുകളും ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് റെസിസ്റ്റൻസ് ആയി ലഭിക്കാവുന്ന മൈനർ റെസിസ്റ്റൻസ് ആയി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 22,200 എന്നതാണ് ആദ്യമായി ലഭിക്കേണ്ട ഒരു ടാർഗറ്റ്, അതായത് ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ലെവലിന് മുകളിൽ കയറി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 22,280, 295, 359 എന്നിങ്ങനെയുള്ള ടാർഗറ്റ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതിനെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ 21,988 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ.
പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഇന്ന് രേഖപ്പെടുത്തിയ ലോ ബ്രേക്ക് ചെയ്യാമെന്നും അതിന് താഴെയുള്ള 21,943, 20,876 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിക്കാമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലെവലുകളെല്ലാം നമ്മൾ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാനിലും രേഖപ്പെടുത്തിയിരുന്നവയാണ്. 48,240 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 48,132 തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 48,849 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 48,577, 728 എന്നിങ്ങനെയുള്ള ലെവലുകൾ മൈനർ റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ കാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. 48,577 എന്ന കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ് ആദ്യത്തെ ടാർഗറ്റ്. ആ തരത്തിൽ ഒരു ടാർഗറ്റ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്പോഴും പോയേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 48,728, 48,849 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഇത്തരത്തിൽ ഒരു അപ്പർ സൈഡിലോട്ടുള്ള ക്ലോസിങ്ങുകളാണ് ലഭിക്കുന്നതെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. 48,005 എന്ന് പറയുന്ന ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് ആദ്യത്തെ ടാർഗറ്റ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ലോയും ബ്രേക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിലൊരു ബ്രേക്കിംഗ് ക്ലോസിങ് എന്നിവ ലഭിക്കുകയാണെങ്കിൽ പ്രൈസ് കണ്ടമാനം വീക്കായേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അത്തരത്തിലൊരു മൂവ് ലഭിച്ചാൽ തുടർന്ന് ലഭിക്കാവുന്ന സപ്പോർട്ടുകളാണ് ഇവ. കഴിഞ്ഞ ദിവസവും നമ്മൾ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണത്. 72,960 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 72,821 എന്ന ലെവലാണ് അതിന് തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 73,875 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കേണ്ടുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 73,666, 73,431 എന്നിവ മൈനർ റെസിസ്റ്റൻസ് ലെവലുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ മൈനർ റെസിസ്റ്റൻസ് 73,431 എന്ന ലെവലിന് മുകളിലുള്ള ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലിന്റെ ക്ലോസിംഗ് ആണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്പോൾ മൂവ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 72,715 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്ന് വന്നാൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയേക്കാം. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അല്പം കൂടി സ്ട്രോങ് ആയി വീണേക്കാം, കൂടുതൽ വീക്ക് ആയേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഇത് പൂർണ്ണമായും പഠനാർത്ഥം തയ്യാറാക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇവ നിങ്ങളുടെ പഠനത്തിനും
കാര്യങ്ങളുമായി ഉപയോഗിക്കാവുന്നതാണ്. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള ഒരു സജഷൻസ് ഒന്നും കൊടുത്തുകൂടാ. ഇത് ഒരു കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ ബൈ ചെയ്യാനുള്ള ബൈയിങ് സജഷൻസേ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. എന്നാൽ ഈ ലെവലുകൾ നിങ്ങൾക്ക് ഗുണകരമായി തോന്നുന്നു, വാല്യുബിളാണ്, പ്രയോജനകരമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ചാനലിൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക്, ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാളെയും ഒരു നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്